വിശദമായ വാർത്തയിലേക്ക്. കെ ശശീന്ദ്രന്റെ ഫോൺ വിളി വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ടേംസ് ഓഫ് റഫറൻസ് മറ്റന്നാൾ തീരുമാനിക്കും. തനിക്കെതിരായ വാർത്തയിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു. വിവാദ ഫോൺ വിളി നടന്നത് ഫെബ്രുവരി ആദ്യവാരമെന്ന് പോലീസിന് സൂചന ലഭിച്ചു. കെ ശശീന്ദ്രന്റെ ഫോൺ വിളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ മുതൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് തിരുവനന്തപുരത്ത് നടന്നത്. രാവിലെ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട കെ ശശീന്ദ്രൻ സംഭവത്തിന്റെ നിജസ്ഥിതി അദ്ദേഹത്തോട് പറഞ്ഞു. ശേഷം മാധ്യമങ്ങളെ കണ്ട കെ ശശീന്ദ്രൻ ഇങ്ങനെ പ്രതികരിച്ചു. ഏതുതരം അന്വേഷണമാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഓപ്ഷനാകുന്നതിനെ കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് ഗവൺമെൻറ്റിൻ്റെയും മുന്നണിയുടെയും താല്പര്യമനുസരിച്ചുള്ള ഒരു അസ്വാഭാവിക വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഓഫീസ് DGP ലോക്നാഥ് ബെഹ്റയെ സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയും ചർച്ചയിൽ പങ്കാളിയായി. പരാതിക്കാരില്ലാത്ത വിഷയത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ പരിമിതി ബെഹ്റ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. തുടർന്ന് നിയമവൃത്തങ്ങളുമായ കൂടിയാലോചനകൾക്കൊടുവിൽ മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ അന്വേഷണമാകാമെന്നാണ് കാണുന്നത്. ആരന്വേഷിക്കുമെന്നുള്ളത് ബുധനാഴ്ച ചേരുന്ന ക്യാബിനറ്റ് തീരുമാനിക്കും. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ സംഭവത്തിന്റെ പിന്നിലെ യഥാർത്ഥ ചുരുൾ അഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ പ്രതീക്ഷ. വിശ്വാസവും നീതിപൂർവമായ അന്വേഷണം ഉണ്ടാവണം. അതിന് ജുഡീഷ്യൽ അന്വേഷണമാവും അഭികാമ്യം. ടേംസ് ഓഫ് റഫറൻസ് ബുധനാഴ്ച തീരുമാനിക്കും. മന്ത്രിയുടെ രാജിക്ക് പിന്നാലെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ 2 സന്ദർഭങ്ങളിൽ മന്ത്രി ഗോവയിൽ പോയിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഗോവൻ തെരഞ്ഞെടുപ്പിന് എത്തിയപ്പോഴാണ് താൻ സംസാരിക്കുന്നതെന്ന് ശശീന്ദ്രൻ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞ സാഹചര്യത്തിൽ മന്ത്രിയുടെ ഫോണിലേക്ക് വന്ന കോളുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചേക്കും. രേഖകൾ വഴി മന്ത്രിയുമായി സംസാരിച്ച സ്ത്രീയെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. പരാതിക്കാരില്ലാത്ത കേസിൽ ഹണി ട്രാപ്പ് വഴി മന്ത്രിയെ കുടുക്കിയതാണോ എന്ന സംശയം ഭരണ നേതൃത്വങ്ങൾക്കുണ്ട്. ഇതിലടക്കം സംശയ നിവൃത്തി വരുത്താൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മന്ത്രി കെ ശശീന്ദ്രന്റെ രാജിയിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തെ NCP ദേശീയ നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രവർത്തക സമിതി അംഗവുമായ പീതാംബരൻ മാസ്റ്റർ നാളെ ദില്ലിയിലെത്തും. പുതിയ മന്ത്രിപദത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക നിലപാട് ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. വിവാദത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെ കേന്ദ്ര നേതൃത്വം സ്വാഗതം ചെയ്തു. കെ ശശീന്ദ്രനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന NCP ദേശീയ നേതൃത്വം വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കേരള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വരുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറിയും വക്താവുമായ DP ത്രിപാഠി പീപ്പിൾ TVയോട് പറഞ്ഞു. We want an inquiry. Kerala government has done the right thing. Inquiry has been ordered. Let the inquiry report come out. Then it will be proved whether it was a conspiracy or not, and whether it is an blatant attack on right of privacy also. I have always maintained that sting operations are mostly sting operations. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഘടകത്തിന്റെ വിശദീകരണം തേടാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി സംസ്ഥാന ഘടകത്തെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി പീതാംബരൻ മാസ്റ്റർ നാളെ ദില്ലിയിലെത്തും. ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും പുതിയ മന്ത്രിപദവിക്കായി അവകാശവാദം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. ഫോൺ ചോർത്തലിനെ കുറിച്ചുള്ള ഗൂഢാലോചന വിശദമായി പരിശോധിക്കണം എന്ന നിർബന്ധം തന്നെയാണ് NCP കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പാർട്ടി നേതൃത്വം തന്നെ പരിശോധിക്കും. ദില്ലി NCP ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ഒഴിവുവന്ന മന്ത്രിസ്ഥാനം NCPക്ക് അവകാശപ്പെട്ടതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ശശീന്ദ്രന്റെ രാജി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണെന്നും ആരോപണങ്ങൾ അലങ്കാരമായി കണ്ടവരായിരുന്നു UDF മന്ത്രിമാരെന്നും കോടിയേരി പറഞ്ഞു. മൂന്നാറിൽ സബ് കളക്ടറുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണെന്നും കോടിയേരി പറഞ്ഞു. ബാബറി മസ്ജിദ് തർക്കത്തിലെ സുപ്രീം കോടതി നിർദ്ദേശം സംബന്ധിച്ച് UDF നിലപാട് വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. NCPക്ക് കൊടുത്ത മന്ത്രി എന്നുള്ള നിലയിലാണ് കെ ശശീന്ദ്രന്റെ NCP നിർദ്ദേശ മന്ത്രിയാണത്. അപ്പോൾ അത് NCPയുമായി ചർച്ച ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ്. അത് NCPക്ക് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം തന്നെയാണ്. ശശീന്ദ്രന്റെ രാജി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ്. UDF ഭരണകാലത്ത് ആരോപണങ്ങൾ അലങ്കാരങ്ങളായി കൊണ്ടു നടക്കുന്നതായിരുന്നു രീതി. എന്നാൽ LDF അങ്ങനെയല്ല. ആരോപണങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നും കോടിയേരി പറഞ്ഞു. UDFന്റെ കാലത്ത് എന്താ ഉണ്ടായത്? ഇതൊക്കെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത് എന്നുള്ളത് ഈ നടപടികൾ കൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്.
മൂന്നാറിൽ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണണം. കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി വേണം, എന്നാൽ കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം. ദേവികുളം സബ് കളക്ടറുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണെന്നും കോടിയേരി പറഞ്ഞു. ഒരു സബ് കളക്ടർ മാറ്റണം എന്നുള്ള കാര്യം ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല, അത് സബ് കളക്ടർ മാറ്റണമെങ്കിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടത് റവന്യൂ വകുപ്പല്ല. സബ് കളക്ടർ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരാളാണ്. അപ്പോൾ അത് അനാവശ്യമായിട്ടുണ്ടാക്കുന്നൊരു വിവാദമാണ്. ബാബറി മസ്ജിദ് തർക്കത്തിലെ സുപ്രീം കോടതി നിർദ്ദേശം സംബന്ധിച്ച് UDF നിലപാട് വ്യക്തമാക്കണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി നിർദ്ദേശത്തെ ലീഗ് എതിർക്കുമ്പോൾ കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ്. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ സംസ്ഥാന കമ്മിറ്റി സംതൃപ്തി രേഖപ്പെടുത്തി. കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് നൽകി. ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ സാക്ഷരതാ യജ്ഞത്തിന്റെ മാതൃകയിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതായി കോടിയേരി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. AK ശശീന്ദ്രന്റെ രാജി സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. സർക്കാരും ആഭ്യന്തര വകുപ്പും മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും SRP പറഞ്ഞു. സർക്കാരിൻ്റെ പ്രതിച്ഛായയൊന്നും ബാധിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഗവൺമെൻറ്റിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് അതിവേഗത്തിൽ നടപടികൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഊഹാപോഹങ്ങളാണ്. ഞങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പം അത് സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയും. ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. AK ശശീന്ദ്രനെതിരായ ആരോപണത്തിൽ പാർട്ടിക്കകത്തുനിന്ന് ഗൂഢാലോചന നടന്നതായി കരുതുന്നില്ലെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ. എന്നാൽ ഗൂഢാലോചന ഉറപ്പാണ്. ആരാണ് അതിന് പിന്നിലെന്ന് കണ്ടെത്തണമെന്നും ഉഴവൂർ പീപ്പിൾ TVയോട് പ്രതികരിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും യാതൊരുവിധ ഗൂഢാലോചനയും നടന്നതായി തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ, ആര് മുഖാന്തരം, അതിനെ വേറെ ഒത്തിരി ഒരു മന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമെല്ലാം നടക്കാതിരുന്നാൽ ചിലപ്പം ഒരു വിരോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പോൾ ഇതിന് തെളിവ് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ആക്ഷേപമായിട്ടൊന്നും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വാർത്തകളിലേക്ക്. മൂന്നാറിൽ കയ്യേറ്റങ്ങൾ യാതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും കയ്യേറ്റക്കാർക്കെതിരെ നിർദാക്ഷിണ്യം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൂന്നാറിലെ ഭൂപ്രകൃതി കണക്കാക്കിയും ആവശ്യകത അനുസരിച്ചുമായിരിക്കും റിസോർട്ട് നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുകയെന്നും മൂന്നാറിലെ ഭൂപ്രശ്നം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാറിലെ ഭൂപ്രശ്നം സംബന്ധിച്ച പരാതികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. റവന്യൂ വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് സെക്രട്ടറിയും ഇടുക്കിയിലെ MLA-മാരും ദേവികുളം സബ് കളക്ടറും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ കയ്യേറ്റ വിഷയത്തിൽ ഏകകണ്ഠമായ തീരുമാനമാണ് എടുത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കയ്യേറ്റം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. കയ്യേറ്റക്കാർക്ക് നേരെ നിർദാക്ഷിണ്യം നടപടിയെടുക്കും. നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരെ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയൊന്നും എടുക്കില്ല. അത് പ്രചരണം കൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ കയ്യേറ്റക്കാരായിട്ട് വരുന്നവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ എടുക്കും. പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം കർഷകരുടെ താൽപ്പര്യവും പരിഗണിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കർഷകർക്ക് അവർ നട്ടുവളർത്തിയ മുറിച്ചെടുക്കാവുന്ന മരങ്ങൾ മുറിക്കുന്നതിന് തടസ്സം നിൽക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടയ പ്രശ്നങ്ങൾക്കും കയ്യേറ്റങ്ങളുടെ കാര്യത്തിലും പരിശോധന നടത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അധികാരം വികേന്ദ്രീകരിച്ച് നൽകുന്ന കാര്യം റവന്യൂ വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാറിലെ റിസോർട്ടുകളുടെ കാര്യത്തിലെ സർക്കാർ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റിസോർട്ടുകൾ ആവശ്യത്തിനല്ലേ വേണ്ടു. ആവശ്യത്തിലധികം റിസോർട്ടുകൾ വരണ്ടാലും. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കി, അതിൽ തന്നെ താമസിക്കാനിടയുള്ളവരുടെ എണ്ണം കണക്കാക്കി ഉള്ള ഒരു നിലപാടേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഭൂപ്രകൃതി കണക്കാക്കിയായിരിക്കണം കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയും വരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് തന്നെ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. K. രാജേന്ദ്രൻ MLA വീട് വെച്ചിരിക്കുന്നത് പട്ടയഭൂമിയിലാണ്. ദേവികുളം സബ് കളക്ടറെ മാറ്റുന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിൽ സ്ഥിതി ഗുരുതരമെന്ന് രമേശ് ചെന്നിത്തല. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്നും ചെന്നിത്തല മൂന്നാർ സന്ദർശിക്കുന്നതിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ മൂന്നാറിൽ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മൂന്നാർ സന്ദർശിക്കാൻ ഞാൻ തീരുമാനിച്ചത്.
ഇവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുകയാണ്. കയ്യേറ്റങ്ങൾ വ്യാപകമായി നടക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പുതിയ മാനങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിയന്ത്രണങ്ങൾ പോലും പാലിക്കാതെ മൂന്നാറിന്റെ ജൈവ വൈവിധ്യത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ സന്ദർശിക്കാനായി തീരുമാനിച്ചത്. അല്ല, VS അച്യുതാനന്ദന്റെ ഒഴിപ്പിക്കൽ നടപടി ഒരു വലിയ പരാജയമായി പോയി. അത് വെറും ഒരു അതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ തകർക്കപ്പെട്ട നിലയിലാണ് പിന്നെ കാര്യങ്ങൾ. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കില്ല. ജാമ്യം റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും ജിഷ്ണുവിന്റെ അമ്മയുടെയും ഹർജി സുപ്രീംകോടതി തള്ളി. കൃഷ്ണദാസിന് നേരിട്ട് പങ്കുള്ളതായി തെളിയിക്കാനായിട്ടില്ലെന്നും കോടതി. എന്നാൽ കുറ്റം തെളിഞ്ഞാൽ കൃഷ്ണദാസ് ജയിലിൽ പോകേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആധാർ ആവശ്യപ്പെടാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. മുഴുവൻ പദ്ധതികൾക്കും ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതിനിടെയാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. പാചകവാതക സബ്സിഡിക്കടക്കം സർക്കാരിന്റെ 36 സേവനങ്ങൾക്കാണ് ഇപ്പോൾ ആധാർ നിർബന്ധമായുള്ളത്. എന്നാൽ ജനക്ഷേമ പദ്ധതികൾക്കായി ആധാർ നിർബന്ധമാക്കാൻ കഴിയില്ലെന്നാണ് ആധാർ നിർബന്ധമാക്കിയതിനെതിരെയുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. അതേസമയം പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയ്ക്ക് ആധാർ നിർബന്ധമാക്കിയ നടപടിയുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ടു പോകാം. ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നത് പോലുള്ള കാര്യങ്ങൾക്കും സ്കോളർഷിപ്പുകൾക്കും ആധാർ തുടരാം. സർക്കാരിൽ നിന്നും ആനുകൂല്യം കിട്ടാത്ത ആദായ നികുതി പോലുള്ള മേഖലകളിലേക്ക് ആധാർ നിർബന്ധമാക്കുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. കേസ് വേഗം തീർക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവും സുപ്രീംകോടതി തള്ളി. ആധാർ സംബന്ധിച്ച കേസുകൾ ഉടൻ തീർപ്പാക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കി കേസ് 7 അംഗ വിപുല ബെഞ്ചിലേക്ക് മാറ്റുമെന്നും സുപ്രീംകോടതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻമന്ത്രി KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഏത് സാഹചര്യത്തിലാണെന്ന് ഹൈക്കോടതി. ആദ്യ അന്വേഷണത്തിൽ ലഭിക്കാതെ പോയതും രണ്ടാമത്തെ അന്വേഷണത്തിൽ ലഭിച്ചതുമായ തെളിവുകൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത് വിചാരണ കോടതിയിൽ ഹാജരാക്കാനാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഒരേ കേസിൽ വിജിലൻസ് 2 സത്യവാങ്മൂലങ്ങൾ നൽകിയ സംഭവത്തിലാണ് സർക്കാർ വിശദീകരണം. ഹൈക്കോടതിക്ക് ചില നടപടിക്രമങ്ങളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഓർക്കണമെന്ന് കോടതി പറഞ്ഞു. കൊടുംവരൾച്ചയിൽ വയനാട്ടിലെ നെൽകൃഷി തകരുമ്പോൾ ഒരു വിഭാഗം കർഷകർ പരമ്പരാഗത ഗോത്രവർഗ നെൽവിത്തുകളിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. പരമ്പരാഗത നെൽവിത്തുകൾക്ക് വരൾച്ചയെ അതിജീവിക്കാൻ ശേഷിയുണ്ടെന്ന് കാർഷിക ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നു. ഉഷ്ണത്തിൽ വയനാടൻ മലനിരകൾ ചുട്ടുപൊള്ളുകയാണ്. കർഷകരാരും ഇപ്പോൾ പുഞ്ചകൃഷി ചെയ്യുന്നില്ല. ചെയ്യുന്ന കൃഷിയാകട്ടെ ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. വയനാട്ടിൽ 39,000 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെറും 9,000 ഹെക്ടറായി ചുരുങ്ങി. കാലാവസ്ഥാ വ്യതിയാനം നെൽപ്പാടങ്ങളെ വരണ്ടുണങ്ങിയ ഭൂമിയാക്കി മാറ്റിയപ്പോൾ ഊരുകളിലെ ആദിവാസികളിൽ പലരും തൊഴിലില്ലാതെ രോഗങ്ങളുടെ പിടിയിലമർന്ന് വേനൽമഴയ്ക്കായി കാത്തിരിക്കുകയാണ്. വൻ ഉൽപാദനം ലക്ഷ്യമിട്ട് ആധുനിക വിത്തിനങ്ങളെ മാത്രം ആശ്രയിച്ചവരെല്ലാം ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത നെൽവിത്തുകളെ തേടിയെത്തുകയാണ്. മുള്ളൻ കൈമയും പൊന്മണിയും മരത്തുണ്ടിയും വെളിയനും വയനാടൻ തുണ്ടിയുമെല്ലാം പരീക്ഷിച്ച് പലരും അതിജീവനത്തിന്റെ പുതിയ മാർഗങ്ങൾ തേടുന്നു. ഈ കഴിഞ്ഞിടെ മഴയില്ലാഞ്ഞിട്ടും കതിര് വരുമ്പോൾ ഒരുവിധം മണി നിറഞ്ഞ് വിളഞ്ഞിരിക്കുന്നത് പാരമ്പര്യ വിത്തുകൾ മാത്രമാണ്. ഈൽഡ് വെറൈറ്റികളൊക്കെ മണികൾ ഈ കന്നി തുലാവർഷം ഇല്ലാത്തതുകൊണ്ട് വേണ്ടത്ര ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. ഗോത്രവർഗ്ഗക്കാരും കർഷകരും മാത്രമല്ല കാർഷിക ശാസ്ത്രജ്ഞരും വയനാടൻ നെൽവിത്തിനങ്ങളുടെ സാധ്യതകൾ ആരായുന്നു. നമ്മുടെ നാട്ടിലെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു. നെല്ലിൻ്റെ ഒരുപാട് തരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ കർഷകർ അതാത് കാലാവസ്ഥകൾക്കും അതാത് പ്രദേശത്തിനും വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പറമ്പുവട്ടൻ എന്ന് പറയുന്ന ഒരു നാടൻ വിത്ത്, അത് ഭയങ്കരമായിട്ട് അതിനെ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു വിത്താണ്. വരൾച്ചയിൽ വരണ്ടുടങ്ങിയ ഈ നെൽപ്പാടങ്ങൾ പഴയ പച്ചപ്പിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ആദിവാസി ഊരുകളിലെ ജീവിത പ്രയാസങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ബത്തേരിയിൽ നിന്ന് K. രാജേന്ദ്രൻ.
മലയാളത്തിന്റെ അപൂർവ പ്രതിഭ ജഗതി ശ്രീകുമാറിനെ കൈരളി TV ആദരിക്കുന്നു. ഏപ്രിൽ 7 വെള്ളിയാഴ്ച ദുബായ് സബീൽ പാർക്ക് 5-ൽ നടക്കുന്ന ഇശൽ ലൈല പ്രോഗ്രാമിലാണ് ഹാസ്യ സാമ്രാട്ടിനെ കൈരളി ആദരിക്കുന്നത്. 1000-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച് ലോക റെക്കോർഡ് സ്ഥാപിച്ച ജഗതി ശ്രീകുമാർ മലയാളികളുടെ നർമ്മബോധത്തിന്റെ ജനകീയ മുഖമാണ്. ഭാവാഭിനയത്തിൽ വിസ്മയം സൃഷ്ടിച്ച ജഗതി ചിരിയുടെ പുതിയ ലോകം മലയാളികൾക്ക് മുന്നിൽ തുറന്നുവച്ചു. നവരസങ്ങളുടെ ആവിഷ്കാരം തനത് രീതിയിൽ ജഗതി അനശ്വരമാക്കി. 5 വർഷം മുൻപ് കോഴിക്കോട് വച്ചുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജഗതി 1 വർഷം ആശുപത്രികളിലായിരുന്നു. അപകടാവസ്ഥ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് സജീവമായി വരുന്ന ജഗതിയെ കൈരളി TV ദുബായിൽ സംഘടിപ്പിക്കുന്ന ഇശൽ ലൈല എന്ന കലാവിരുന്നിൽ അവാർഡ് നൽകി ആദരിക്കുകയാണ്.